കേരളത്തിലാകെ ആഞ്ഞടിച്ച് UDF തരംഗം. ജനകീയ മുന്നേറ്റത്തിൽ അടിപതറി ഇടതുമുന്നണി നേതൃത്വം. മുസ്ലിം ലീഗ് നേടിയത് മിന്നുന്ന വിജയം. താമര വിരിയിച്ച് BJPയും. ആകസ്മിക തിരിച്ചടിയിൽ ഞെട്ടി ഇടതുമുന്നണി നേതൃത്വം. കേരളം ഇനി UDFന്റെ കൈകളിൽ. വീണ്ടും അധികാരത്തിലെത്തുമെന്ന LDFന്റെ അവകാശവാദങ്ങളെ കാറ്റിൽ പറത്തി ജനങ്ങൾ വിധിയെഴുതി. ഇടതുപക്ഷത്തിനേറ്റത് അതിദയനീയമായ തിരിച്ചടിയാണ്. CPM കോട്ടകൾ കടപുഴകി വീണു. മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇഞ്ചോടിഞ്ച് പോരാടേണ്ടി വന്നു. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പോലും പരാജയപ്പെട്ടു. ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലും കോഴിക്കോട്ടും LDFന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. പിണറായി മന്ത്രിസഭയിലെ ഒട്ടേറെ മന്ത്രിമാർ കാലിടറി വീണു. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, VN വാസവൻ, വീണ ജോർജ്, MB രാജേഷ്, KB ഗണേഷ് കുമാർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, R ബിന്ദു, V ശിവൻകുട്ടി തുടങ്ങിയവർക്ക് ജനവിധി ഇരുട്ടടിയായി. അതേസമയം NDA ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ വിജയിച്ച് ചരിത്രം കുറിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാറും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും ചരിത്രത്തിന്റെ ഭാഗമായി. തെരഞ്ഞെടുപ്പിൽ അത്യുജ്വല വിജയം നേടിയത് മുസ്ലിം ലീഗാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് അത്യുജ്വല വിജയമാണ് നേടിയത്. മലപ്പുറം ജില്ലയിലാകട്ടെ എതിരില്ലാത്ത ശക്തിയാണ് മുസ്ലിം ലീഗ് എന്ന് തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നേതാവ് ഫാത്തിമ തഹ്ലിയ അട്ടിമറി വിജയമാണ് നേടിയത്. കാസർകോട്ടും കോഴിക്കോടും മുസ്ലിം ലീഗ് കരുത്ത് തെളിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി, പേരാമ്പ്ര, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ നേടിയത് ഉജ്ജ്വല വിജയമാണ്. മലപ്പുറത്തെ കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ എന്നീ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഗംഭീര വിജയമാണ് കൈവരിച്ചത്. ജനങ്ങൾ അധികാരമേൽപ്പിച്ച UDF മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ലീഗ് പ്രതിനിധികൾ മന്ത്രിമാരായി വരും എന്നത് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വേറിട്ട വിജയം നേടാൻ കഴിഞ്ഞത് BJPക്കാണ്. ഘടകകക്ഷിയായ 2020യെ രംഗത്തിറക്കിയ പോരാട്ടത്തിൽ കാലിടറിയെങ്കിലും ഉജ്ജ്വല പോരാട്ടത്തിലൂടെ 3 സീറ്റ് പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു. നേമത്ത് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ എന്നിവരാണ് കേരളത്തിൽ താമര വിരിയിച്ചത്. പ്രമുഖ BJP നേതാക്കളായ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും പാലക്കാട് ശോഭാ സുരേന്ദ്രനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് കീഴടങ്ങിയത്. എക്സിറ്റ് പോൾ വിധിയിൽ UDFന് അനുകൂലമായ വിധിയെഴുത്ത് ഉണ്ടായെങ്കിലും ഇത്രയധികം അനുകൂലമായി സ്ഥിതിഗതികൾ മാറുമെന്ന് UDF കേന്ദ്രങ്ങൾ പോലും കരുതിയിരുന്നില്ല. അവരുടെ പ്രതീക്ഷകളെയും കടത്തിവെട്ടിക്കൊണ്ടുള്ള ഉജ്ജ്വല വിജയം വിരൽ ചൂണ്ടുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് തന്നെയാണ്.